18 ക്യാരറ്റ് മാറ്റും 196 ഗ്രാം തൂക്കവുമുള്ള വെറും നാണയമല്ല സമാധാനത്തിനുള്ള നോബൽ. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ സമാധാനം കെടുത്തിയ ഒന്നുകൂടിയാണത്. ഒരുപാട് മോഹിച്ചിട്ടും ഒപ്പിച്ചെടുക്കാൻ പറ്റാത്ത നോബൽ ഇപ്പോൾ ട്രംപിനെ തേടി വൈറ്റ് ഹൗസിലെത്തിയിരിക്കുകയാണ്. മരിയ കൊറീന മച്ചാഡോയ്ക്ക് നോബൽ സമ്മാനിക്കുമ്പോൾ നോർവീജിയൻ നോബൽ കമ്മിറ്റി സ്വപ്നത്തിൽ പോലും ഇത് ട്രംപിന്റെ കൈകളിലെത്തുമെന്ന് കരുതി കാണില്ല. ഒരു സമയത്ത് സമാധാന നോബൽ ലഭിക്കാനായി പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിയ നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴിതാ അന്ന് നഷ്ടപ്പെട്ട ആ നോബലിന് ട്രംപ് തന്നെ അർഹനാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സമാധാന നോബൽ നേടിയ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ. താൻ തന്റെ പുരസ്കാരം ട്രംപിന് നൽകിയെന്നാണ് മച്ചാഡോ പറയുന്നത്. വെനസ്വേലയെ സ്വതന്ത്രമാക്കാൻ ട്രംപ് നടത്തിയ നീക്കത്തിനുള്ള അംഗീകാരമായാണ് പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിച്ചതെന്നും മച്ചാഡോ അവകാശപ്പെടുന്നു. പുരസ്കാരം കൈമാറിയെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റ് വിവരങ്ങളൊന്നും നൽകാൻ അവർ തയ്യാറായില്ല. ലോകത്തിനു മുന്നിൽ മഹത്തായ നേതാവെന്ന പ്രതിച്ഛായ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പോലും ഒരു നാടകത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയാണ് വൈറ്റ് ഹൗസിൽ കണ്ടത്. വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന മെഡൽ ഡൊണാൾഡ് ട്രംപിന് കൈമാറിയപ്പോൾ അത് സമാധാനത്തിന്റെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിലുപരി വ്യക്തിപരമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമായിരുന്നു പിന്നാലെ ട്രംപ് പുഞ്ചിരിയോടെ പറഞ്ഞ വാക്കുകൾ ഒരു രാഷ്ട്രത്തലവന്റെ വിനയമോ ആത്മപരിശോധനയോ ആയിരുന്നില്ല. മറിച്ച് വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു മോഹം ഒടുവിൽ കൈവരിച്ചതിന്റെ ആത്മസംതൃപ്തി പുറത്തേക്ക് വന്ന നിമിഷമായിരുന്നു അത്. The person who actually got the Nobel Prize called me and said I'm accepting this in honor of you because you really deserved it. That was a very nice thing to do. I didn't say then give it to me though. I think she might have. She was very nice. And I've been helping her along the way. They need a lot of help in Venezuela. It's a basic disaster. So, and you could also say it was given out for 24, and I was running for office in 24. All of the transactions that we did in terms of closing. But there are those that say we did so much. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മനുഷ്യരാശിക്കായി നടത്തിയ അസാധാരണ സേവനങ്ങളുടെ അംഗീകാരമാണ്. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും തീ കൊളുത്തിയതിന്റെ ചരിത്രമുള്ള ഒരാൾക്ക് അത്തരമൊരു ബഹുമതി സ്വന്തം കൈകളിൽ എത്തണമെന്ന ആഗ്രഹം തന്നെ പരിഹാസ്യമാണ്. മിഡിൽ ഈസ്റ്റ് മുതൽ ലാറ്റിൻ അമേരിക്ക വരെ സംഘർഷങ്ങളെ രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റിയ ട്രംപ് സമാധാനമെന്ന വാക്ക് സ്വന്തം ഇമേജിനായി ഉപയോഗിച്ചതാണ് ഈ സംഭവത്തിൽ വീണ്ടും തെളിയുന്നത്. മച്ചാഡോയുടെ മെഡൽ കൈമാറ്റം സമാധാനത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ട്രംപിന്റെ വ്യക്തിപരമായ മഹത്വവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാറി. അതേസമയം ഒരിക്കൽ പ്രഖ്യാപിച്ച നൊബേൽ സമ്മാനം പിൻവലിക്കാനോ പങ്കിടാനോ മറ്റൊരാൾക്ക് കൈമാറാനോ കഴിയില്ലെന്ന കർശന നിലപാട് നോർവീജിയൻ നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവർത്തിച്ചു. അവാർഡ് ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ലെന്നും അത് രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വസ്തുവല്ലെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി. വൈറ്റ് ഹൗസിൽ അരങ്ങേറിയ ചടങ്ങ് എത്രത്തോളം അർത്ഥശൂന്യമായിരുന്നുവെന്നത് തുറന്നു കാട്ടുന്നതായി ഈ വിശദീകരണം. വൈറ്റ് ഹൗസിൽ നടന്ന ഈ നാടകീയ ചടങ്ങ് സമാധാനത്തിന്റെ വിജയമല്ല, മറിച്ച് സമാധാനത്തെ പോലും സ്വന്തം ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കാൻ മടിക്കാത്ത ഒരു നേതാവിന്റെ രാഷ്ട്രീയ ശൂന്യതയുടെ തെളിവായി ചരിത്രം രേഖപ്പെടുത്തും. ഒപ്പം വെനസ്വേലയെ ദശകങ്ങളായി ശ്വാസം മുട്ടിച്ച ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിച്ചതല്ലാതെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിട്ടില്ല. അത്തരം നയങ്ങളുടെ മുഖ്യശില്പിയായ ഒരാൾക്ക് സമാധാനത്തിന്റെ പ്രതീകം ചാർത്താൻ ശ്രമിക്കുന്ന മച്ചാഡോയുടെ പ്രവൃത്തി വെനസ്വേലൻ ജനതയുടെ വേദനയോടുള്ള അനാദരവായി തന്നെ വായിക്കപ്പെടും.